പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈ ദിവസം നമ്മുടെ എല്ലാ പ്രവൃത്തികളും ദൈവ വിചാരത്തോടെ ചെയ്യുവാൻ, നമ്മുടെ ഓരോ ചുവടുകളും കർത്താവെ നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചുവട് വയ്ക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിച്ച് വളരെ സുന്ദരമായിരിക്കും. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. ഇന്നലെ പഠിച്ച വചനം അപ്പസ്തോല പ്രവർത്തനങ്ങൾ അതിൻ്റെ 4-ാം അധ്യായം 12-ാം വചനമായിരുന്നു. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്കായിട്ട് മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അത് യേശുവിൻ്റെ നാമം മാത്രമാണ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി. ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത, നിങ്ങൾക്കായിട്ടൊരു രക്ഷകൻ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ വചനം നമ്മൾ ഓർക്കണം. പ്രിയപ്പെട്ടവർ, ഇന്ന് പഠിക്കുന്ന വചനം ജോബിൻ്റെ പുസ്തകം 28-ാം അധ്യായം 28-ാമത്തെ വചനമാണ്. ദ ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 28 വേഴ്സ് 28. അതിങ്ങനെയാണ് പറയുന്നത്: ജ്ഞാനം കർത്താവിനോടുള്ള ഭക്തിയാണ്. ജ്ഞാനം കർത്താവിനോടുള്ള ഭക്തിയാണ്. ഇനി അത് കഴിഞ്ഞ് തിന്മയിൽ നിന്ന് അകലുന്നതാണ് വിവേകം. തിന്മയിൽ നിന്ന് അകലുന്നതാണ് വിവേകം. ജ്ഞാനം കർത്താവിനോടുള്ള ഭക്തിയാണ്. തിന്മയിൽ നിന്ന് അകലുന്നതാണ് വിവേകം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വചനം വളരെ സിമ്പിൾ വേഴ്സാണ്, അത് വചനമാണ്, നമുക്ക് പെട്ടെന്ന് പഠിക്കാം. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനമാണ്, അല്ലേ? ജ്ഞാനം കർത്താവിനോടുള്ള ഭക്തിയാണ്. ജ്ഞാനം കർത്താവിനോടുള്ള ഭക്തിയാണ്. തിന്മയിൽ നിന്ന് അകലുന്നതാണ് വിവേകം. The fear of the Lord is wisdom, and to depart from evil is understanding. വിവേകം, അണ്ടർസ്റ്റാൻഡിങ്. നമുക്ക് തിന്മയിൽ നിന്ന് മാറി വിവേകത്തോടെ തമ്പുരാനോട് ഒത്തോരോ ചുവട് വയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. തിന്മ നമ്മെ നശിപ്പിക്കും. അവൻ വരുന്നത് കൊല്ലാനും മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും പിശാച്. അതുകൊണ്ട് അവന് ചെവി കൊടുക്കാതെ, അവന് അവസരം കൊടുക്കാതെ നാം നന്മ ചെയ്ത് ജീവിക്കണം. തമ്പുരാനോട് ഒത്തോരോ ചുവടും വെച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.